ഇത് ഇസ്ലാമിൽ പെട്ടതല്ല. അള്ളാഹു തന്നെ സത്യം, അള്ളാഹു തന്നെ സത്യം, അള്ളാഹു ഈ പറയുന്നതിന് സാക്ഷിയാണ്. ഇത് അള്ളാഹുവിന്റെ ദീനിൽ പെട്ടതല്ല. അള്ളാഹുവിന്റെ റസൂലിന് വഫാത്തിന്റെ ലക്ഷണങ്ങൾ വന്നെത്തിയപ്പോൾ ആ അവസ്ഥയിലായിക്കൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, യഹൂദ നസാറാക്കൾക്കുമേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരവരുടെ നബിമാരുടെ ഖബറുകൾ മസ്ജിദുകളാക്കി. ഹദീസ് നോക്കൂ, അള്ളാഹുവിന്റെ റസൂലിന്റെ നസീഹത്ത് നോക്കൂ നിങ്ങൾ. ഇത്ര കടുത്ത അസുഖമുള്ള സന്ദർഭത്തിൽ വരെ അവിടുന്ന് തൗഹീദ് പറഞ്ഞു കൊടുക്കുന്ന നിർത്തുന്നില്ല. ഞാൻ പറയാൻ റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ട് എന്ന് ആവർത്തിച്ച് അവകാശപ്പെടുന്ന, അതിന്റെ പേരിൽ നബിദിനവും അതിന്റെ പേരിൽ പല പരിപാടികളും മദഹ് പരിപാടിയും സലാത്ത് പരിപാടിയും ഒക്കെ സംഘടിപ്പിക്കുന്ന ആളുകൾ, അവരിൽ ആരെങ്കിലും ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഈ ഹദീസ് എപ്പോഴെങ്കിലും ജനങ്ങളെ, പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, മുസ്ലിയാക്കന്മാരുടെ ശബ്ദങ്ങൾ ശ്രവിക്കുന്നവരെ, അവരെപ്പോഴെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നിട്ടുണ്ടോ? റസൂൽ മരിക്കുന്ന സമയത്ത് പറഞ്ഞ ആ ഹദീസാണിത്. എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ പറയാൻ, യഹൂദ നസാറാക്കൾക്കുമേൽ ശാപമുണ്ടാകട്ടെ, അവരവരുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി. ആൾക്കാർ പറയും, നോക്കൂ ഹദീസ് നോക്കൂ, നബിമാരെ ഖബർ മസ്ജിദാക്കിയതാണ്. എങ്ങാനും അള്ളാഹുവിന്റെ റസൂൽ അവർ ഖബർ മസ്ജിദാക്കി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ആളുകൾ പറയുമായിരുന്നു, അത് ഏതൊക്കെയോ സാധാരണക്കാരെ ഖബറിനെ കുറിച്ചാണ്, ഔലിയാക്കന്മാരെ ഖബറല്ല, നബിമാരെ ഖബറല്ല, സാലിഹീങ്ങളുടെ ഖബറല്ല എന്ന് ആളുകൾ പറയുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂല് യാതൊരു സംശയത്തിനും ഇട നൽകിയില്ല. അവിടുന്ന് പറഞ്ഞു, ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരവരുടെ നബിമാരുടെ ഖബറുകൾ മസ്ജിദുകളാക്കി. എന്താ ഖബർ മസ്ജിദാക്കുക എന്ന് പറഞ്ഞാൽ? എന്താണ് ഖബർ മസ്ജിദാക്കുക എന്ന് പറഞ്ഞാൽ? മസ്ജിദിൽ നടക്കേണ്ട കാര്യങ്ങൾ ഖബറിൽ വെച്ച് നടന്നു കഴിഞ്ഞാൽ, ഖബറിന്റെ അരികിൽ വെച്ച് നടന്നു കഴിഞ്ഞാൽ അത് ഖബറിനെ മസ്ജിദാക്കലാണ്. മസ്ജിദിൽ ചെയ്യുന്ന ഏതു കാര്യമാണ് ഇന്ന് ജനങ്ങൾ ജാറങ്ങളിലും മഖബറകളിലും ചെയ്യാത്തതായിട്ടുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ഇത് ഒരാളെ ഒഴിവാക്കിയിട്ടല്ല പറയുന്നത്, എല്ലാവരോടുമായി പറയട്ടെ. ഈ നാട്ടിലും അല്ലാത്ത നാട്ടിലുമുള്ള ജാറങ്ങളിലും മഖബറകളിലും പോയി അവിടെ പോയി അള്ളാഹുവിനോട് തേടുന്ന, അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന വലിയനോട് തേടുന്നവരോട് ഞാൻ പറയട്ടെ, എന്റെ സഹോദരങ്ങളെ, ഇസ്ലാമിൽ പെട്ടതല്ല, ഇത് ഇസ്ലാമിൽ പെട്ടതല്ല. അള്ളാഹു തന്നെ സത്യം, അള്ളാഹു തന്നെ സത്യം, അള്ളാഹു ഈ പറയുന്നതിന് സാക്ഷിയാണ്. ഇത് അള്ളാഹുവിന്റെ ദീനിൽ പെട്ടതല്ല. ഇതിന് യാതൊരു തെളിവുമില്ല, ഒരു തെളിവില്ല. ഒരു സഹാബിയുടെയും ഖബർ, ബദരീങ്ങൾ മരിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ ഖബർ കെട്ടിപ്പൊക്കിയോ? ഇല്ല. ബദരീങ്ങളോട് തേടാൻ പറഞ്ഞോ? ഇല്ല. ഉഹദീങ്ങൾ മരിച്ചപ്പോ ഖബർ കെട്ടിപ്പൊക്കിയോ? ഇല്ല.